കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് പങ്കുവച്ച അമ്പാടിമുക്ക് സഖാക്കൾ പേജിന്റെ അഡ്മിനും ഡിവൈഎഫ്ഐ നേതാവ് തന്നെയാണെന്നുള്ള ഒരു വിവരം വരുന്നു. പി ജയരാജന്റെ വിശ്വസ്തനായ മയ്യിൽ സ്വദേശി മനീഷ് മനോഹരനാണ് പേജിന്റെ അഡ്മിൻ. പോസ്റ്റ് പങ്കുവച്ചത് മനീഷാണെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയാണ് ചേരുന്നത്. സജോ, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. ക്രിസ്ത്യന സ്മിത, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായി ഉണ്ടായ രാഷ്ട്രീയ വിവാദം എന്ന നിലയ്ക്ക് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സജീവ ചർച്ചയായി നിലനിൽക്കുന്നുണ്ട്. ആ വിവാദങ്ങൾ കെ ശൈലജയ്ക്കെതിരായി ഉള്ള വ്യാജ പ്രചരണം എന്ന മട്ടിൽ വന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നൊക്കെ വന്നു. പിന്നീട് പോലീസ് റിപ്പോർട്ടിൽ ഇടത് വാട്സപ്പ് ഗ്രൂപ്പുകളും സൈബർ പേജുകളും ഒക്കെ അതിൻ്റെ അഡ്മിന്മാർ ആരോപണ വിധേയരാകുന്നത് കണ്ടു. അങ്ങനെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്. ഇതുവരെ ആരോപണങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് കോഴിക്കോടാണ്. ഏറ്റവും ഒടുവിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷിൻ്റെ കാര്യത്തിലടക്കമുള്ള വിവാദങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത്. പക്ഷേ ഇതേ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിൻ്റെ അഡ്മിനും ഒരു ഡിവൈഎഫ്ഐ നേതാവാണെന്ന വിവരമാണ് പുറത്തു വരുന്നത്. മയ്യിൽ സ്വദേശി, മയ്യിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗം, ഡിവൈഎഫ്ഐയുടെ മയ്യിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗമായ മനീഷ് നേരത്തെ ഈ അമ്പാടിമുക്ക് പേജിൻ്റെ അഡ്മിനാണ്. പോലീസിൻ്റെ റിപ്പോർട്ടിൽ മനീഷിൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പക്ഷേ ഇത് താനല്ല എന്ന നിലയ്ക്ക് പറഞ്ഞൊഴിയാനാണ് മനീഷ് അടക്കമുള്ളവർ ശ്രമിച്ചത്. നേരത്തെ ഇത്തരം പോലീസ് സമർപ്പിച്ച പട്ടികയിൽ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്നത് റിബേഷാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് റിബേഷിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല. അതിനും അപ്പുറത്തേക്ക് ഡിവൈഎഫ്ഐയുടെ മറ്റ് നേതാക്കൾ കൂടി ഈ ആരോപണ പ്രതിപട്ടികയിൽ, അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന ആരോപണ വിധേയരുടെ പട്ടികയിലുണ്ട് എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം. മറ്റൊന്ന്, ഇദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് എന്നതിനേക്കാൾ ഉപരി കഴിഞ്ഞ ഏതാണ്ട് ഒരു 5 നാളുകൾക്ക് മുൻപ് പി ജയരാജൻ CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പി ജയരാജൻ്റെ വിശ്വസ്തൻ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഏതാണ്ട് ഒരു 5 വർഷക്കാലത്തോളം പി ജയരാജൻ്റെ സമൂഹ മാധ്യമ പേജുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് ചുമതല വഹിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല, അല്ലെങ്കിൽ സൈബർ പേജുകളുടെയൊക്കെ ചുമതല, പി ജയരാജൻ്റെ തന്നെ പേജിൻ്റെ ചുമതല, അങ്ങനെയൊക്കെ വഹിച്ചു പോന്നിരുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. അങ്ങനെ പി ജയരാജനുമായി അടുപ്പം പുലർത്തിയിരുന്ന അദ്ദേഹത്തിനൊരു വിശ്വസ്തൻ എന്ന നിലയ്ക്ക് പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലയളവിലുടനീളം പ്രവർത്തിച്ച ആളാണ് മനീഷ് എന്നതുകൂടി കാണണം. അതായത് ഈ വിഷയത്തിൽ മനീഷിനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, പ്രതികരണം ആരാഞ്ഞിരുന്നു. എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് മനീഷ് തയ്യാറല്ല. കൂടുതൽ ഡിവൈഎഫ്ഐ നേതാക്കൾ ഈ ആരോപണ വിധേയരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. അതിൻ്റെ പ്രതിരോധം, അതായത് ഡിവൈഎഫ്ഐ തങ്ങൾക്ക് എന്ത് ആരോപണം വന്നാലും ആര് സ്ക്രീൻഷോട്ട് ചെയ്താലും തങ്ങൾക്ക് ഈ ഗൂഢാലോചനയിലൊന്നും പങ്കില്ല, ഷെയർ ചെയ്ത് വന്ന ചില പോസ്റ്റുകൾ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞുള്ള ഗൂഢാലോചനയോ അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് തയ്യാറാക്കുന്നതിന് നേതൃത്വം വഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നതടക്കം ഇനാം പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള അവകാശവാദങ്ങളിലേക്കൊക്കെ ഡിവൈഎഫ്ഐ പോയിരുന്നു എന്ന് മാത്രമല്ല, ആരോപണ വിധേയരെയൊക്കെ പിന്തുണയ്ക്കുന്ന നിലപാട് ഡിവൈഎഫ്ഐ വടകരയിലടക്കം തുടർച്ചയായി സ്വീകരിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് നേരത്തെ പല പേജുകളുടെ കാര്യത്തിലും CPMഉം ഡിവൈഎഫ്ഐയും ഒക്കെ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട്, പ്രത്യേകിച്ച് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അടക്കം ഇടത് ഗ്രൂപ്പുകൾ എന്ന പേരിൽ പാർട്ടി ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് പല ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അഡ്മിന്മാർ ആരാണ് എന്ന് തങ്ങൾക്കറിയില്ല. അവരൊക്കെ സ്വന്തം നിലയ്ക്ക് പലരും ഇടത് ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവരെക്കുറിച്ചൊന്നും തങ്ങൾക്കറിയില്ല എന്ന നിലപാടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, പാർട്ടി അംഗത്വം കൂടിയുള്ള ആളാണ് മനീഷ്. അങ്ങനെ ഭാരവാഹിത്വങ്ങളിൽ ഉള്ളവരാണ് ഇത്തരം പേജുകളുടെ അഡ്മിന്മാർ. ആ പേജുകളിലൂടെയാണ് ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യപ്പെട്ട് വന്നത്. ആദ്യം അത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും പേജുകളിലും പോസ്റ്റ് ചെയ്യപ്പെട്ടത് ഇടത് ഗ്രൂപ്പുകളിലാണെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഒടുവിൽ മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവ് കൂടി ഈ പട്ടികയിലുണ്ട് എന്ന കാര്യം ഒടുവിൽ വ്യക്തമാവുകയാണ്. ശരി, സജോ ദേവസിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.